Krishna
ദിവസവും നമ്മുടെ ലൈഫിൽ പകർത്താൻ പറ്റിയ ഒരു ശ്ലോകം. എല്ലാവരും ഏറ്റു പറയുക. സന്തോഷഃ ത്രിഷു കർത്തവ്യ, സന്തോഷഃ ത്രിഷു കർത്തവ്യ, സ്വധാരേ ഭോജനേ ധനേ, സ്വധാരേ ഭോജനേ ധനേ, ത്രിഷു ചൈവ ന കർത്തവ്യ, ത്രിഷു ചൈവ ന കർത്തവ്യ, സ്വാധ്യായ ജപദാനയോ, സ്വാധ്യായ ജപദാനയോ. വളരെ ലളിതമായ ഒരു ശ്ലോകം, എന്നാൽ വളരെ അർത്ഥമുള്ള ഒരു ശ്ലോകം. ഇതിന് ഒരു വിവർത്തനത്തിന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. സന്തോഷഃ ത്രിഷു കർത്തവ്യ, മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായി സന്തോഷവാന്മാരായിരിക്കണം. മൂന്ന് കാര്യങ്ങൾ. സന്തോഷ ത്രിഷു കർത്തവ്യ. എങ്ങനെയാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായി സന്തോഷവാന്മാരായിരിക്കണം. ആദ്യം
സ്വധാര്യ ജീവിത പങ്കാളി. ഭാര്യ ഭർത്താവിനോട് സംതൃപ്തനായിരിക്കണം, ഭർത്താവ് ഭാര്യയോട് സംതൃപ്തിയുള്ള വ്യക്തിയായിരിക്കണം. സ്വധാര്യ. രണ്ടാമത്തത് ഭോജനം. എത്ര കിട്ടിയാലും നമ്മളത് തൃപ്തിയോട് അനുഭവിക്കണം. മൂന്നാമത്തത് ധനി, വെൽത്ത്. എത്ര സമ്പത്തുണ്ടെങ്കിലും അതിൽ നമ്മൾ തൃപ്തരായിരിക്കണം. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരായിരിക്കണം. ജീവിത പങ്കാളി, പിന്നെ ഭക്ഷണം, മൂന്നാമത്തത് സമ്പത്ത്. അടുത്ത വരിയിൽ 3 കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരാകാൻ പാടില്ല. എത്ര ഉണ്ടെങ്കിലും തൃപ്തരാകാൻ പാടില്ല. ഒന്ന് സ്വാധ്യായം. സ്വാധ്യായം എന്ന് വെച്ചാൽ എന്താ? സ്വാധ്യായം എന്ന് വെച്ചാൽ എന്താ? തമിഴ്നാട് പദയാത്ര. From Sanskrit you can understand. സ്വാധ്യായം. സ്വാധ്യായം വെച്ചാൽ പ്രഭു പറഞ്ഞതുപോലെ നമ്മുടെ ആധ്യാത്മിക പരിശീലനം, അതിൽ തൃപ്തരാകാൻ പാടില്ല. സ്വാധ്യായി ജപ ദാനയോ. ജപത്തിൽ നമ്മൾ തൃപ്തരാകാൻ പാടില്ല. മൂന്നാമത്തത് നമ്മൾ ചെയ്യുന്ന ദാനത്തിൽ തൃപ്തരാകാൻ പാടില്ല. എതിൽ തൃപ്തരാകണം? സ്വകാര്യ, ഭോജനെ, ധനി. ഇത് 3 തൃപ്തരാകണം. എതിൽ തൃപ്തരാകാൻ പാടില്ല? സ്വാധ്യായ, ജപ, ദാനം. പഠിച്ചല്ലോ. ഇത് വളരെ ലളിതമായ ഒരു ശ്ലോകം, എന്നാൽ വളരെ അർത്ഥമുള്ള ഒരു ശ്ലോകമാണ്. ആദ്യത്തെ 3 കാര്യങ്ങളിൽ നമ്മൾ തൃപ്തരാകാൻ പാടില്ല. തൃപ്തരാകണം, സാറ്റിസ്ഫൈഡ് ആകണം. അതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി. ഇത് വന്നിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന 99% ആൾക്കാർക്ക് ബാധകമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് നമ്മൾ തൃപ്തരായിരിക്കുക, സാറ്റിസ്ഫൈഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. 2 വ്യത്യസ്തമായ അന്തരീക്ഷം, വ്യത്യസ്തമായ ജീവിത ശൈലി, ജീവിത രീതി, വളർന്നു വന്ന വിധം, അവര് പഠിച്ചത്, ഇങ്ങനെ 2 ആൾക്കാര്, വ്യത്യസ്തമായ ആൾക്കാര് കുടുംബം എന്ന പേരിൽ ഒരു സ്ഥലത്ത് ഇടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭൂകമ്പം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളിലെല്ലാം ഉണ്ടാകും. പക്ഷേ അത് എങ്ങനെ തന്നെ ആണെങ്കിലും നമ്മൾ വീട്ടിനകത്ത് പരാതികൾ പറഞ്ഞാലും ചീനിച്ചട്ടി എടുത്തൊക്കെ എറിഞ്ഞാൽ അത് ഒരിക്കലും എവിടെ വരാൻ പാടില്ല? സ്ട്രീറ്റിൽ വരാൻ പാടില്ല. ഒരു സത്യസന്ധമായ പതിവ്രതായ പുരാണങ്ങളിലുള്ള ഒരു ഉദാഹരണം, ഒരു പത്നി ഉണ്ടായി. ഭർത്താവാണെങ്കിൽ എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല. ആള് ഇങ്ങനെ എന്താ പറയാ, ബിസി പോലെ കൂനൊക്കെ വീണ് എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു രോഗിയാണ് ഭർത്താവ്. പക്ഷെ ഭർത്താവിന് ആ നാട്ടിലുള്ള വളരെ എന്താ പറയാ സുന്ദരിയായ ഒരു വേശ്യ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകണം എന്ന് അയാൾക്ക് ആഗ്രഹം. ആ മനുഷ്യൻ എണീറ്റ് നേരെ നിൽക്കാൻ പോലും പറ്റില്ല. ഈ ആഗ്രഹം തന്റെ പത്നിയെടുത്ത് പ്രകടിപ്പിച്ചു. അപ്പൊ പത്നി പറഞ്ഞു, ആ വേശ്യ സ്ത്രീയുടെ അടുത്തൊക്കെ പോണെങ്കിൽ ഒരുപാട് പൈസ ആവില്ല, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, എന്നാലും എന്റെ ഭർത്താവ് ആഗ്രഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അവര് അധ്വാനിച്ച് ജോലിക്കൊക്കെ പോയി പല പല ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് പണം ശേഖരിക്കാൻ തുടങ്ങി. ഒരുവിധം പണം ചേർന്നതിന് ശേഷം ഈ കൂന് വീണ തന്റെ ഭർത്താവിനെ തോളിലെടുത്തുകൊണ്ട് ഈ സ്ത്രീ എവിടെ പോയി? ആ വേശ്യ സ്ത്രീയുടെ വീട്ടിലേക്ക്. കാര്യം പറഞ്ഞപ്പോ ആ വേശ്യ സ്ത്രീക്ക് മഹാ അത്ഭുതമുണ്ടായി. മഹാ അത്ഭുതം.
വേശ്യ സ്ത്രീ ആ പ്രഭുവിനെ ഉപദേശിച്ചു. നിങ്ങളുടെ പത്നിയുടെ ഹൃദയത്തിൽ മഹാലക്ഷ്മി നിരന്തരമായി താമസിക്കും. കാരണം അവർ വഴക്കുണ്ടാക്കുകയോ എതിർത്ത് ഒന്നും പറയുകയോ ചെയ്യാതെ ഭാര്യ എന്ന നിലയ്ക്ക് ഒരു കർത്തവ്യം അവർ നിർവഹിച്ചു. പക്ഷെ നീ ഉള്ള പാപങ്ങളെല്ലാം സമ്പാദിച്ച് നരകത്തിൽ ചെന്ന് ഭവിക്കും എന്ന് ഭർത്താവിനെ ഉപദേശിച്ചു. അതായത് നമുക്കറിയില്ല, നമുക്ക് ആരെയും ആർക്കെങ്കിലും ഇന്ന ആളുടെ മകനായി മകളായി ജനിക്കണം എന്ന് നമ്മുടെ പാരന്റ്സിനെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? സാധിക്കോ? ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മകളായിട്ടോ മകനായിട്ടോ ജനിക്കണം എന്ന് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇന്ന വ്യക്തി എനിക്ക് മകനായി കുഞ്ഞായി ജനിക്കണം എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ മാതാപിതാക്കൾ എങ്ങനത്തെ ആൾക്കാരാണെങ്കിലും നമ്മൾക്ക് ജനിക്കുന്ന കുഞ്ഞ് എങ്ങനത്തതാണെങ്കിലും നമ്മൾ ഒരു പരാതിയും പറയാതെ അതിനെ സ്വീകരിക്കുന്നുണ്ട്. കഷ്ടകാലം ദൗർഭാഗ്യം ചില വീടുകളിലെല്ലാം അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ അവർ സഹിച്ച കുഞ്ഞിനെ വളർത്തും. ഉണ്ടോ? ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡ് കുഞ്ഞായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിസ്വാധീനം കുറഞ്ഞതായിരിക്കും. അപ്പൊ പാരന്റ്സിനെ സഹിക്കാൻ നമ്മൾ തയ്യാറാണ്, നമ്മുടെ സന്താനങ്ങളെ സഹിക്കാൻ തയ്യാറാണ്, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ജീവിത പങ്കാളിയെ മാത്രം സഹിക്കാൻ തയ്യാറാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു മഹാഭാരത സത്സംഗം നടത്തി. വളരെ വിചിത്രമായ ഒരു വിമർശനമാണ് ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് വന്നത്. ഞാൻ പറഞ്ഞു, ഗാന്ധാരിയുടെ മഹിമ ധൃതരാഷ്ട്രർക്ക് കണ്ണു കാണാത്തത് കൊണ്ട് ഗാന്ധാരി വിവാഹത്തിന് മുമ്പേ എന്ത് ചെയ്തു? കണ്ണു കെട്ടി. യാതൊരു വിധത്തിലും ഞാൻ എൻ്റെ പതിയേക്കാളും ഭർത്താവിനേക്കാളും ഉയർന്നവളായിരിക്കരുത്, ഒരു പടി താന്ന് നിൽക്കണം. ഞാനങ്ങോട്ട് ഒരു ഗംഭീര ലക്ഷ്യമൊക്കെ. അതെല്ലാം കഴിഞ്ഞപ്പോ ആ സ്ത്രീ അങ്ങോട്ട് എന്ത് മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അയാളെ കണ്ണു കണ്ടു. എന്നാൽ ഇവരെങ്കിലും കണ്ണുണ്ടെങ്കിൽ സഹായമാവല്ലോ. തലയിൽ കെട്ടിവെച്ചു, ഇനി അഴിച്ചു വിടാൻ പറ്റൂല. അയാൾ കണ്ണു കണ്ടുകൂടാ. അമ്മ ഇവരെന്ത് എന്ത് വണ്ടിയാണ് തുണി എടുത്ത് കണ്ണു കെട്ടിയിട്ട്? ഇവർക്ക് മര്യാദ കിട്ടുന്ന കെട്ടി അറ്റ്ലീസ്റ്റ് ജീവിച്ചു പോകാനോ? ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ശിവ അടുത്ത സെഷൻ. കാരണം ഞാൻ എന്ത് ഉത്തരം പറഞ്ഞെങ്കിലും അന്ന് കുടുങ്ങിയാണ്. അതായത് കാഴ്ചപ്പാടുകൾ തന്നെ അങ്ങനെ മാറിപ്പോയി. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ ആ സ്ത്രീ പറഞ്ഞത് ശരിയാണ്. ഭർത്താവ് പിന്നെ ഇവർ തുണി കെട്ടിയിരുന്ന എങ്ങനെ കുടുംബം പോകുന്നത് അല്ലേ? പിള്ളേരാണെങ്കിൽ 10 എണ്ണ, 1 2 ഒന്നുമില്ല. അപ്പോ പാരന്റ്സിനെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ്, കുഞ്ഞുങ്ങളെ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ലൈഫ് പാർട്ട്ണറിന് മാത്രം നമ്മൾ സഹിക്കാൻ തയ്യാറല്ല. പക്ഷേ സഹിക്കാൻ ശ്രമിച്ചാൽ ഒരു വിജയകരമായ കുടുംബ ജീവിതത്തിന് 3 രഹസ്യങ്ങളേ ഉള്ളൂ. എന്താ? കോംപ്രമൈസ്, കോംപ്രമൈസ്, കോംപ്രമൈസ്. അഡ്ജസ്റ്റ് ചെയ്യുക, പല്ലും കഴിച്ച് ചിരിക്കാൻ പഠിക്കുക. ഒരു ജ്യോത്സ്യം പറഞ്ഞ പോലെ വിവാഹം, എന്റെ കുടുംബജീവിതം 3 മാസം ഭയങ്കര അടിയായിരിക്കും. അപ്പൊ അയാൾ പറഞ്ഞു, 3 മാസം എല്ലാം തീരുമല്ല, പിന്നെ നീ ശീലിച്ചോ. അതുപോലെ പക്ഷേ ഇവിടെ ആര് വിജയിച്ചു, ആര് ശരി, ആര് തെറ്റ് എന്നുള്ളതിന് പ്രസക്തിയേ ഇല്ല. ചില ദിവസം ഭർത്താവ് പറയുന്നത് ശരിയായിരിക്കും, ചില ദിവസം ഭാര്യ പറയുന്നത് ശരിയായിരിക്കും. എന്നാൽ ഭർത്താവ് മട്ടത്തരം തെറ്റ് തന്നെ പറഞ്ഞാലും അയാളുടെ മേൽ ഈഗോ സമ്മതിച്ചു കൊടുക്കില്ല, ഭാര്യ തോറ്റു കൊടുക്കുകയോ. എന്നാൽ ഫീമെയിൽ ഈഗോ വെറുതെ ഇരിക്കോ അടുത്ത ഉപ്പുകാരൻ സാമ്പാർ.
പക്ഷേ നമ്മൾ സഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഇവർ തമ്മിൽ ആര് ജയിച്ചു തോറ്റു എന്നല്ല, ആ ഗ്രഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിന് നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി മാറും. അന്ന് അതേ അമ്മ നാട്ടുകാരെല്ലാം നിന്റെ മകൻ ശ്രേഷ്ഠനാണ്, നല്ലവനാണ്, ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ കേൾക്കുമ്പോ ഈ ഇത്രയും സഹിച്ചതിന്റെ ഗുണവും സന്തോഷവും ആ അമ്മയ്ക്ക് ആ സ്തുതി കേൾക്കുമ്പോൾ ഉണ്ടാകും. അപ്പോ സന്തോഷ തൃഷു കർത്തവ്യ, 3 കാര്യങ്ങളിൽ തൃപ്തരായിരിക്കണം. എന്തൊക്കെയാണ്? സ്വധാര ജീവിത പങ്കാളി, പിന്നെ രണ്ടാമത്തത് ഭോജനം, എന്ത് കിട്ടിയാലും തൃപ്തരായിരിക്കുക. അതായത് ഇന്ന് കാലത്ത് എന്താ പറ്റിയെന്ന് വെച്ചാല് ഭക്ഷണം കിട്ടാതെ ആൾക്കാർക്ക് രോഗം വരുന്നതിനേക്കാളും ഭക്ഷണം കൂടിപ്പോയതിന്റെ അസുഖമാണ് ഇന്ന് കാലത്ത് കൂടുതൽ. ശരിയല്ലേ? പണ്ടൊക്കെയാണെങ്കിൽ ഭക്ഷണം, അന്ന് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. കേരളം വന്ന് ബ്രസീലിൽ ഇരുന്ന് മരച്ചീനി എടുത്ത കാലമൊക്കെ ഉണ്ട്. അന്നൊരു 60s, ലേറ്റ് 60s, 70s തുടക്കത്തിലൊക്കെ കേരളത്തിൽ തന്നെ വലിയൊരു ക്ഷാമം ഉണ്ടായി. തിന്നാനൊന്നുമില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ത് ചെയ്തു? വലിയ വലിയ നമ്പൂതിരിമാരുടെ വീട്ടിലൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം പിടിച്ചു വലിച്ച് പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്ത്, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട്. ഒരുപാട് പണമുണ്ടെങ്കിൽ സർക്കാർ അതിനെ പിടിച്ചെടുത്തോണ്ട് പോയി വീടില്ലാത്തവർക്കൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു കാലം. സോ അന്ന് കേരളത്തിൽ ഒന്നും തിന്നാനില്ലാതെ ബ്രസീലിൽ ഇരുന്ന് മരച്ചീനിയൊക്കെ ഇറക്കി, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ ഇന്ന് ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടോ? ഇന്ന് നമുക്ക് ചോയ്സാണ്. അത് വേണം, ഇത് വേണം, ഇത് കഴിക്കണം. അങ്ങനെ ഭക്ഷണം കാരണമുള്ള അസുഖങ്ങളാണ് കലികാലത്തിൽ കൂടുതൽ. ഇന്നത്തെ കാലം ഭക്ഷണം ഇല്ലാത്ത അസുഖം. അപ്പോ ചാണക്യൻ പറയുന്നത് രാവിലെ രാജകുമാരനെ പോലെ, ഉച്ചയ്ക്ക് ചക്രവർത്തിയെ പോലെ, രാത്രി ഭിക്ഷക്കാരനെ പോലെയും കഴിക്കണം. രാത്രി കഴിച്ചാലായി. ഇതെല്ലാം ഞാൻ പറയുമെങ്കിലും ഞാൻ രാത്രിയാണ് കൂടുതൽ കഴിക്കുന്നത്. ഈ 1 മണിക്കൂർ ലെക്ചർ അടിച്ചിട്ട് പോകും വിഷം. ഒരു റൗണ്ട് കഴിച്ചിട്ട് പിന്നെ 11 മണിക്ക് രാത്രി ഭക്ഷണത്തെ ശാസ്ത്രം എന്ത് പാടില്ല എന്ന് പറയുന്നോ അത് നിയന്ത്രിക്കാനാണ് വലിയ പാട്. ഇപ്പൊ രാത്രി ഭക്ഷണത്തിനെ നമ്മൾ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അവർ പിന്നെ ആരോഗ്യത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണം. പകലിൽ എന്തെല്ലാം കഴിക്കുമോ അതെല്ലാം വൈകുന്നേരം ദഹിച്ചോ. പക്ഷെ രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് നഞ്ചായി മാറുന്നത്. രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുന്നത് നമ്മളെ സഹായിക്കുകയും രാത്രി കഴിക്കുന്നത് വൈദ്യനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭോജനത്തിൽ പ്രൗഢത നല്ല രസകരമായ ഒരു കാര്യമാണ്. ഭക്ഷണം കഴിച്ചു മതിയാകല്ലേ? മതിയാകാം, മതി. അങ്ങനെ ഭക്ഷണത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ മതിയാകില്ല. ബാത്റൂം പോണോ, ടോയ്ലറ്റ് പോണോ, വേണ്ടേ? പിന്നെ അങ്ങനെ തോന്നി ആദ്യം ടോയ്ലറ്റ്. സിമ്പിൾ ലോജിക്കാണ്. ബാത്റൂമിൽ പോകണമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കുക. ഭക്ഷണം കഴിക്കണമെന്ന് സംശയം ഉണ്ടെങ്കിൽ കഴിക്കാതിരിക്കുക. ഭോജനം ഹരേ കൃഷ്ണക്കാരുടെ വലിയ ഒരു വീക്ക്നെസ് ആണ്. അത് വെറും ഭക്ഷണം കിട്ടിയാൽ പറ്റൂല. അവർക്ക് പനീർ പ്രസാദം, പിസ്സ പ്രസാദം, അങ്ങനത്തെ പ്രസാദങ്ങളൊക്കെ. അത് ചില അച്ഛന്മാർ പറയുന്നു, ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ അയാളാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രസാദം പ്രചരണത്തിന് വേണ്ടി പ്രഭുപാദം കൊണ്ടുവന്നു. പക്ഷെ പിന്നെ അത് ബന്ധനമായി മാറി. സന്തോഷ തൃഷു കർത്തവ്യ, 3 കാര്യങ്ങളിൽ തൃപ്തരായിരിക്കുക. സ്വധാര ജീവിത പങ്കാളി, ഭോജനെ, മൂന്നാമത്തത് എന്ന് വെച്ച് മടിയന്മാരായി അധ്വാനിക്കാതിരിക്കരുത്. അധ്വാനിക്കാൻ എന്ത് ലഭിച്ചോ അതിൽ തൃപ്തരായി. അത് കിട്ടിയില്ല, വേണം 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 എന്നൊരു ആർത്തി ത്വര കൊണ്ട് അവൻ ഓടാൻ തുടങ്ങിയ മരണം വരെ അവൻ ഓടും.
ഒരിക്കലും തൃപ്തനാകാൻ സാധിക്കില്ല. ഈ ധനത്തിന്റെ മായ എന്താണ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ദേവി ഒരു മനോഹരമായ ഒരു കഥയുണ്ട്. ഒരാള് എന്നും ലക്ഷ്മിയെ പ്രാർത്ഥിക്കുക, എന്റെ ശമ്പളം കൂട്ടിത്തരും, എനിക്ക് പൈസ കൂട്ടിത്തരും, അത് തരും, ഇത് തരും എന്നൊക്കെ. ലക്ഷ്മി ദേവി ആ മനുഷ്യനെ അനുഗ്രഹിക്കാതെ ഇരിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, ലക്ഷ്മി അയാൾ എന്ത് കഷ്ടപ്പെട്ട ഇങ്ങനെ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ ഒന്ന് അനുഗ്രഹിച്ചാൽ എന്താ എന്ന് ചോദിച്ചു. ശ്രീകൃഷ്ണ ലക്ഷ്മി ദേവി എടുത്ത് ചോദിച്ചു, അവനെ അനുഗ്രഹിച്ചാൽ എന്താ? അപ്പൊ ലക്ഷ്മി ദേവി പറഞ്ഞു, ധനം എന്ന് പറയുന്നത് ഒരു ചഞ്ചലമാണ്. ഒരു സ്ഥലത്ത് അത് സ്ഥിരമായി നിൽക്കത്തില്ല, ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പണം കൊണ്ട് ഒരുത്തന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കേയില്ല, ഒരിക്കലും തൃപ്തിയാവില്ല. പൂന്താനം പാടിയതുപോലെ ഒന്ന് കിട്ടിയാൽ ജ്ഞാനപ്പാലിക്കല്ലേ 10 അതിന്റെ ശ്ലോകം ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? ഒന്ന് കിട്ടിയാൽ 100 ശ്ലോകം ഉണ്ടല്ലോ പൂന്താനത്തിൽ. മനുഷ്യർക്ക് ഒരിക്കലും തൃപ്തി വരില്ല. അപ്പൊ ആൾക്കാർ സമ്മതിച്ചില്ല, ലക്ഷ്മി ദേവി അവനെ അനുഗ്രഹിക്കാത്തതാണ്. ലക്ഷ്മി പറഞ്ഞു, ശരി, നാളെ തന്നെ അനുഗ്രഹിച്ചേക്കാം. ലക്ഷ്മി ദേവി എന്ത് ചെയ്തു? ആ ദരിദ്രന്റെ, പാവപ്പെട്ടവന്റെ വീട്ടിന്റെ മുമ്പേ 9 സ്വർണ്ണ നാണയം വെച്ചു. എത്ര സ്വർണ്ണ നാണയം? 9. ഇയാള് രാവിലെ എഴുതി പല്ലും തേച്ചിട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ പുറത്തു കൊണ്ടുവന്നു. അവനെ വളർന്ന ഒരു സ്വർണ്ണ നാണയം. അവനൊരു സംശയം, സ്വർണ്ണമാണ്. എടുത്ത് നോക്കി തലയിൽ തട്ടി കടിച്ചപ്പോൾ സ്വർണ്ണമാണ്. ഭയങ്കര സന്തോഷം, എനിക്ക് സ്വർണം കിട്ടി, വലിയ ഞാൻ പൈസക്കാരനായി. 4 ചുവടെടുത്ത് വെച്ചപ്പോ രണ്ടാമത്തെ പായി. അവന്റെ ആനന്ദം അതിര് വിട്ടുപോയി. പിന്നെ ഒരു 2-3 ചുവടെടുത്ത് 3, 4, 5, 6. എത്ര നാണയം കിട്ടി? 9 നാണയം. അവന്റെ ഒരു 3 തലമുറ സന്തോഷമായി ജീവിക്കാനുള്ള സമ്പത്തായി കഴിഞ്ഞു. 9 നാണയം. പക്ഷെ അവനൊരു സങ്കടം. എന്താണ് സങ്കടം? 10 എവിടെ? 9 കിട്ടി എന്ന തൃപ്തിയല്ല. അപ്പൊ 10 ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് ഈ 9നെ അനുഭവിക്കാൻ 10നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. 10 അവിടെ ഉണ്ടോ? ലക്ഷ്മി വെച്ചത് എത്രയാണ്? 9. ഇവ 10 തപ്പി ചാത്തു. 10 കിട്ടിയില്ല. ഇതാണ് ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ. അധ്വാനിക്കുക, കിട്ടുന്നത് തൃപ്തരായിരിക്കുക. ഈ എന്താ പറയാ, മോഡേൺ വേൾഡിലൊക്കെ പല ഇതിനൊക്കെ പല വാക്കുകൾ, ആപ്തവാക്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് ഹാർഡ്, വർക്ക് ഈസ് വർഷിപ്പ്, മെഷീൻ ഈസ് ഗാഡ്, എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേപ്പമരത്തിൽ പഴുത്ത പഴം അന്വേഷിക്കുന്നത് പോലെയാണ്. വേപ്പിൽ പഴുത്ത പഴം ഉണ്ടാകും? ഇല്ല. എത്ര അന്വേഷിച്ചാൽ. അപ്പൊ നമ്മൾ ഒരു കൊമ്പിൽ കയറി വേപ്പിലിരുന്ന് ഒന്ന് പറിച്ച് കടിച്ചു. വേപ്പിന്റെ കാര്യം എത്ര എടുത്തിട്ടുണ്ട്? പിടിച്ചില്ല. നല്ല കയപ്പാണ്. അപ്പൊ കയപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ മോട്ടിവേറ്റേഴ്സ് അങ്ങോട്ട് വരും. വർക്ക് ഹാർഡ്, ഫോക്കസ്, യു കൻ ക്ലൈംബ്. നമ്മൾ വിചാരിച്ചിട്ട് നാളെ കുബേരനാവും പറഞ്ഞ അങ്ങോട്ട് വലിക്കുന്നത്. കഥാമത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. വലിഞ്ഞു കയറി അടുത്ത കൊമ്പിൽ കയറി ഉടുപ്പെല്ലാം കയറി അവിടെ കറങ്ങി അതിനെടുത്ത് കടിച്ചാൽ എന്താണ്? അതും കാരണം. എന്നാൽ ഇവര് നമ്മളെ ഇറങ്ങാൻ വിടോ? ഇവര് നമ്മളങ്ങനെ കയറ്റി ബൂസ്റ്റപ്പ് ചെയ്ത് അങ്ങ് ഉച്ചി 40 വർഷം കയറിയിട്ട് അവിടെ മേലെ ഉച്ചിയിലെത്തി മണ്ടയ്ക്ക്. അതെടുത്ത് കഴിച്ച അപ്പോഴും കഞ്ചി മൊത്തം കയപ്പാണ്. മനസ്സിലായിട്ട് വയസ്സാകാറായി. ഉള്ള സമയമെല്ലാം പോയി. എത്രയോ അച്ഛന്മാർക്ക് പെട്ടെന്ന് അവരെടുത്ത് നിങ്ങളുടെ മോനോ മോളോ ഏത് ക്ലാസ്സിലാണെന്ന് ചോദിച്ച ആൻസർ പറയാൻ പറ്റില്ല. സമയം കാരണം അവരവിടെ തിരക്കാണ്.
ഇതിലും എല്ലാം. പക്ഷെ സ്വന്തം വീട്ടിൽ അവർക്ക് ചെലവാക്കാൻ സമയമില്ല. ഫാമിലി ബ്രേക്സ്. സോ മടിയന്മാരാണ്. അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ എന്ത് കിട്ടിയോ അതിൽ എന്തായിരിക്കണം? സന്തോഷ തൃഷു കർത്തവ്യ. 3 കാര്യങ്ങളിൽ തൃപ്തരായിരിക്കണം. സ്വകാര്യ ജീവിത പങ്കാളി, പിന്നെ ഭോജനം ഭക്ഷണം, 3ാമത്തത് ധനം. സന്തോഷ തൃഷു ന കർത്തവ്യ. 3 കാര്യങ്ങളിൽ തൃപ്തരാകാൻ പാടില്ല. സ്വാധ്യായ ഭജന ദാനം. ഇതിൽ തൃപ്തരാകാൻ പാടില്ല? സ്വാധ്യായം. ഞാൻ പറഞ്ഞ ഒരു മാല കഴിഞ്ഞു 108. താങ്ക് യു വെരി മച്ച്. ജപമാല ഇനി നാളെ കാണാം. സ്വാധ്യായത്തിൽ തൃപ്തനാകാൻ പാടില്ല. വായിക്കുമ്പോൾ കൂടുതൽ വായിക്കണം എന്ന ത്വര, ജപിച്ചാൽ കൂടുതൽ ജപിക്കണം എന്ന ത്വര, ആധ്യാത്മിക സേവനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇനിയും വേണം, ഇനിയും വേണം. ശ്രീമദ് ഭാഗവതത്തിൽ അതാ സംഭവിച്ചത്. ശുകമഹർഷി വിവരിക്കും തോറും നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അപ്പ വാച്ച് നോക്കിയെങ്കിൽ ശുകമഹർഷി അപ്പ നിർത്തും. കാരണം ശുകമഹർഷി ഭാഗവത സപ്താഹം നടത്തിയ 7 ദിവസം ശുകതളത്തിൽ നടത്തിയപ്പോ അവിടെ ചായ ബ്രേക്ക്, രാത്രി ഉറക്കം, അഹോരാത്രമാണ് ആ സംഭാഷണം നടന്നത്. ആര് തമ്മില്? ശുകമഹർഷിയും പരീക്ഷത്തിലെ അഹോരാത്രം. രാത്രിയിൽ പകലിൽ 7 ദിവസം ഇവരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അവിടെ കൂടിയിരുന്ന ഋഷിമാരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ആരും ഒന്നും ചെയ്തിട്ടില്ല. 7ാമത്തെ ദിവസമാകുമ്പോൾ അവിടെ പാമ്പ് വെയിറ്റിംഗ് കഴിക്കാനായിട്ട്. അവർക്ക് പേടിയൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ ഒരു പാമ്പിൽ കിടക്കുന്ന എന്ത് സംഭവിക്കും? എല്ലാവരും ജനലിൽ ഫസ്റ്റ് ഞാൻ പോകും. അവിടെ തക്ഷകൻ വന്നിട്ട് പരീക്ഷത്തിനെ ഇത് ചെയ്യാൻ, പണി ചെയ്യാനായി കാത്തു നിൽക്കുന്നു. ഋഷിമാർ ആയിരക്കണക്കിൽ ഒത്തുകൂടിയിരിക്കുന്നു. അഹോരാത്രം. ഇതില് 4ാമത്തെ ദിവസമായപ്പോ തന്നെ കൃഷ്ണാവതാരം, കൃഷ്ണ ഭഗവാന്റെ ലീല ശുകമഹർഷി തുടങ്ങി. ഇത് നേരത്തെ തീരേണ്ടതാണ്. കാരണം 9 സ്കന്ധവും 3-4 ദിവസത്തിൽ തീർന്നു. ഇനിയുള്ള 3 സ്കന്ധം അതും കൂടെ പറഞ്ഞെങ്കിൽ 4ാമത്തെ ദിവസം വൈകുന്നേരം തീരേണ്ടതാണ്. പക്ഷേ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ അങ്ങോട്ട് വന്നപ്പോൾ പരീക്ഷത്തിന്റെ കണ്ണും കാതും ഇതെല്ലാം വികസിച്ച് തുറന്നു. രോമാഞ്ചമുണ്ടായി. കണ്ണുകളെല്ലാം പുറമായി. അതെല്ലാം ധാരധാരയായി കണ്ണീരും ചൊരിഞ്ഞ് ഭഗവാൻ 6ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? അയ്യോ, അത് നടുക്ക് വിട്ടുപോയല്ലേ, 7 കഴിഞ്ഞപ്പോ എന്താ ചെയ്തത്? അവരെന്താണ് ഇവരെന്താണ് എന്ന് അങ്ങോട്ട് പരീക്ഷത്തിന്റെ ചോദ്യങ്ങളുടെ മീതെ ചോദ്യം. പരീക്ഷത്തിന്റെ ആ ഒരു ആകാംക്ഷയും ആ ഒരു എന്താ പറയാ അത് മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ. അത് കാരണം ശുകമഹർഷി വിവരിക്കുന്നതും അങ്ങോട്ട് കൂടിക്കൊണ്ടേ. അങ്ങനെ ദശമസ്കന്ധം കൃഷ്ണലീല അങ്ങോട്ട് വളർന്ന് 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 ഏകദേശം 3 ദിവസം പരീക്ഷത്തും ശുകമഹർഷിയും കൃഷ്ണ ഭഗവാനെ കുറിച്ച് മാത്രമാണ് 7 ദിവസത്തിൽ സംസാരിച്ചത്. അപ്പോ സ്വാധ്യായത്തിൽ നമ്മൾ തൃപ്തരാകരുത്. ജപം എങ്ങനെ കൂട്ടാം, ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നത് എങ്ങനെ കൂട്ടാം, കൃഷ്ണ ഭഗവാന്റെ സേവനങ്ങൾ എങ്ങനെ കൂട്ടാം എന്ന് മാത്രം ചിന്തിച്ചു പോയി. സന്തോഷു തൃഷു ന കർത്തവ്യ. സ്വാധ്യായ. 2ാമത്തെ കാര്യം ഭജനേ. ഭജനയിലും ജപത്തിലും തൃപ്തി വരാൻ പാടില്ല. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം എന്ന ഒരു താല്പര്യമുണ്ടായിരിക്കും. 24 മണിക്കൂറിൽ 21 മണിക്കൂറും ജപിക്കുന്ന ഹരിദാസ് ഠാക്കൂർ പറയുന്നു, എന്റെ ജപം ശരിയല്ല. അപ്പൊ നമ്മളെന്ത് പറയണം? 24 മണിക്കൂറിൽ 21 മണിക്കൂറും ജപിക്കുന്ന ഒരു വ്യക്തിയാണ് ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം പറയാം, എന്റെ ജപം ജപിച്ച് അദ്ദേഹത്തിന് 80-90 വയസ്സായി. എന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു സമുദ്രത്തിൽ കുളിച്ചിട്ട് ജഗന്നാഥ സ്വാമിയെ കാണാൻ പോകുമ്പോൾ വഴിക്ക് ഹരിദാസ് ഠാക്കൂറിനെ കണ്ടിട്ട് പോകും. തന്റെ 80-90 വയസ്സിൽ ഹരിദാസ് ഠാക്കൂർ ആനന്ദത്തിൽ ആറാടി ജപിക്കുന്ന ആ ഒരു
ഉത്സാഹം കാണുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നു, നിന്റെ എന്തൂസിയാസമാണ് അതിന്റെ ഭക്തി, നിന്റെ ഉത്സാഹമാണ് ഭക്തി. ഭക്തിയിൽ എപ്പോഴും ഈ മടി പിടിച്ച് അലസത ഭക്തിക്ക് ചേരുന്നതേ അല്ല. ജപിക്കോ, ഈ ഒരു സേവനം ചെയ്യോ, അവരെന്താ അവരെ വിളിക്കാതെ ആ ഒരെണ്ണമാണ് ഭൂലോകത്തിൽ പോകുന്ന വണ്ടി മൊത്തം ബ്രേക്ക് ഇട്ട് വെച്ചില്ല. അലസതയും മടിയും ജപത്തിൽ പാടില്ല. നിങ്ങൾക്ക് ഈ ഉത്സാഹം എങ്ങനെ എന്ന് അറിയണമെങ്കിൽ നേരെ പവർ ഹൗസ് റോഡിലേക്ക് പോവുക. ചാലയുടെ അടുത്ത് പവർ ഹൗസ് റോഡിൽ പോയാൽ ഈ CITUക്കാരാണ് കുറെ പേര് അവിടെ കണ്ടിട്ടുണ്ട്. ആ റോഡിൽ മൊത്തം ലോറിയിൽ സാധനം നടക്കുന്ന CITUക്കാർ 2 പേരായിരിക്കും സാധനമാണ്. ഇത് ലോകത്തിലില്ലാത്ത ഒരു സമ്പ്രദായം കേരളത്തിൽ മാത്രമുള്ള ഒരു സമ്പ്രദായം. നോക്ക് കൂലിയിരിക്കുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? സാധനം എടുത്താൽ കൂലി കൊടുക്കാം, നോക്കിയതിനൊക്കെ കൂലി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ പോവായിരുന്നു. നോക്കാ കാശ് നോക്കൂ. അപ്പൊ അവിടെ 2 പേര് ആ ഭാരമുള്ള സാധനം തൂക്കി ഇറക്കുകയും ചുറ്റി ഒരു 20 പേര് നിന്നിട്ട് അവരെ ഉത്സാഹം 20 പേര് അവർ എന്തൂസിയാസ്റ്റിക്കാണ്. അതൊക്കെ നോക്കുമ്പോൾ ഭഗവാന്റെ പരമമായ സേവനം ഇത്രയും മഹാദൗത്യം ചെയ്തിട്ട് നമ്മൾ ജപിച്ച ഇല്ല. എപ്പ ജപിക്ക് അടുത്ത ചിഹ്നമാണ് ആ ഒരു അവസ്ഥ. ഉത്സാഹ ധൈര്യ പിന്നെന്താണ് തത്കർമ്മ പ്രവർത്തന. ഭക്തിയുടെ 6 അംഗത്തിൽ 6 കാര്യങ്ങളിൽ ഉത്സാഹം വളരെ അത്യാവശ്യം. സന്തോഷു തൃഷുന കർത്തവ്യം 3 കാര്യങ്ങളിൽ വൃത്തരാകരുത്. സ്വാധ്യായ ഭജനി 3-ാമത്തേതാണ്. അതായത് 4 ആശ്രമക്കാർക്കും തപസ്യകളുണ്ട്. ബ്രഹ്മചാരിയുടെ തപസ്യ എന്ന് പറയുന്നത് തപസ്യയാണ്. ഓസ്റ്റർട്ടി, മിതമായി ഭക്ഷണം കഴിക്കുക, ഉറക്കം കുറയ്ക്കുക, ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുക, എത്ര ശുദ്ധനായി മനസ്സിനെയും ശരീരത്തിനെയും കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ മനസ്സിനെയും ശരീരം ശുദ്ധനായി കാത്തു സൂക്ഷിക്കുക. ഇതെല്ലാം ബ്രഹ്മചാരിയുടെ കർത്തവ്യം. ബ്രഹ്മചാരി ഗുരുകുലേ വാസൻ താത്തോ ഗുരോഹിത ആചാര്യ ദാസവത്തുച ഗുരു സുഹൃത സൗഹൃദ. തപസ്യ, മിതമായ ഭക്ഷണം, സ്വാന നിദ്ര, ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധമായി വെച്ചേക്കണം. അതാണ് ബ്രഹ്മചാരിയുടെ തപസ്യ. സന്യാസിയുടെ തപസ്യ എന്ന് പറയുന്നത് ത്യാഗം. വേണ്ട, എന്ത് തന്നാലും വേണ്ട വേണ്ട വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ത്യജിക്കാനുള്ള ശ്രമം. ഗൃഹസ്ഥന്റെ തപസ്യ എന്ന് പറയുന്നത് ദാനം. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ധനത്തിൽ ഒരു ചെറിയ ശതമാനം ദാനം. ഈ ദാനം പ്രഭുപാദരുടെ ഇൻസ്ട്രക്ഷനിൽ ആദ്യം തുടങ്ങിയത് 50%. പിന്നെ ഭക്തരുടെ ഭക്തിയൊക്കെ കൂട്ടിയപ്പോൾ പ്രഭുപാദർ അതിനെ 25% കുറച്ചു. പിന്നെയും ഭക്തിയൊക്കെ കൂടിയപ്പോ ആചാര്യന്മാർ അതിനെ 10% കുറച്ചു. ഇതിനെ ഇപ്പൊ എന്തെങ്കിലും ഉള്ള അവസ്ഥയല്ല. ആദ്യം ഹരേ കൃഷ്ണ പ്രസ്ഥാനം സ്ഥാപിച്ച കാലഘട്ടത്തിൽ അന്നത്തെ ദീക്ഷയെടുത്ത ഭക്തരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവര് അധ്വാനിച്ച് പകുതി കൊണ്ടുപോയി പ്രസ്ഥാനത്തിൽ കൊടുക്കും, പകുതി വെച്ചവർക്ക്. അങ്ങനെയൊക്കെയാ ഈ പ്രസ്ഥാനം വളർന്നു വന്നത് ആദ്യ കാലത്ത്. അത് ഭക്തന്മാര് അന്ന് ആശ്രമം നടത്താൻ കാശില്ലാതെ വന്നിട്ട് അവരെല്ലാം ഈ ഗാരേജിൽ, കാർ ഗാരേജിൽ ജോലിക്ക് പോയി. പിന്നെ റെസ്റ്റോറന്റുകളിൽ മേശ തുടയ്ക്കാനും പാത്രം കഴുകാനും പോയി. പരമപൂജ്യ ജയപ്രതാപ സ്വാമി മഹാരാജിനെ ആദ്യം പ്രഭുപാദറിനെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് കണ്ടു. അവിടെ നിന്ന് അദ്ദേഹത്തിനെ കാനഡയിൽ ഒട്ടോവ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യത്തെ സെന്റർ തുടങ്ങാനായിട്ട് അയച്ചു.
അന്ന് പുസ്തകങ്ങളൊന്നും അച്ചടിച്ചിട്ടില്ല. പുസ്തകങ്ങളുണ്ടെങ്കിൽ പുസ്തകം വിതരണം ചെയ്ത് ധനം ശേഖരിക്കാമായിരുന്നു. അന്ന് പുസ്തകങ്ങളൊന്നും അച്ചടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജയപ്രകാശ സ്വാമി ഈ പൈസ ആശ്രമം നടത്തിക്കൊണ്ടുപോകാൻ പൈസയും ഭക്ഷണത്തിനും അന്നദാനത്തിനും ഒന്നും പൈസ ഇല്ലാത്തതുകൊണ്ട് 3 ഷിഫ്റ്റ് അദ്ദേഹം ജോലിക്ക് പോകുമായിരുന്നു. ഒരേ ദിവസം 6-7 മണിക്കൂർ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് മേശ തുറക്കുകയും പാത്രം കഴിക്കുകയും, അത് കഴിഞ്ഞ് ഒരു ഗ്യാരേജിൽ ചെന്ന് 4-5 മണിക്കൂർ വണ്ടികൾക്ക് പെയിന്റ് അടിക്കുക, വണ്ടികൾ കഴിയുക, അങ്ങനത്തെ ജോലി. പിന്നെ 3ാമത്തത് ഒരു അലുമിനിയം കമ്പനി. അങ്ങനെ ഒരു ദിവസം 3 ഷിഫ്റ്റ് ജോലി ചെയ്ത് ആ പൈസ കൊണ്ടുവന്നാണ് ആശ്രമം നടത്തുന്ന കേന്ദ്രത്തിന്റെ വാടക കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം റെസ്റ്റോറൻറ്റിൽ ചെന്ന് ജോലി ചെയ്ത് അതൊരു നോൺ വെജിറ്റേറിയൻ വിളമ്പുന്ന റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പൊ ചില ഭക്തരെല്ലാം ചെന്ന് പ്രഭുപാദനടുത്ത് പറഞ്ഞു, ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നത്? പാത്രങ്ങൾ മേശ തുടയ്ക്കൽ, പാത്രം കഴുകുന്നതാണ്. പ്രഭുപാദ പറഞ്ഞു, കുഴപ്പമില്ല, അത്രയും ചെയ്യുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് പരിശുദ്ധി ഉണ്ടാകും എന്ന് പ്രഭുപാദ അനുവാദം. നിനക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രസ്ഥാനം. ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ചട്ടി കഴുകണോ, ബംഗാളിയോ ഉപയോഗിക്കും, ഈ ചട്ടി എടുത്ത് അപ്പുറത്ത് വയ്ക്കണോ, ആ മൂലയ്ക്കുള്ള ഓട്ടോക്കാരെ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോ ഗൃഹസ്ഥരുടെ തപസ്യ ദാനം, ബ്രഹ്മചാരിയുടെ തപസ്യ ശാരീരികമായത്, സന്യാസിയുടെ തപസ്യ ത്യാഗം. ഇത് 3ഉം ഓരോ വർണ്ണക്കാരും കൃത്യമായി ചെയ്യണം. ആ ചെയ്യുന്നതിൽ അവർക്ക് തൃപ്തി ഉണ്ടാകാനും പാടില്ല. ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം, ഇനിയും ചെയ്യണം എന്നൊരു ആർത്തിയത ഉണ്ടാകും. അങ്ങനെ വളരെ മനോഹരമായ ശ്ലോകമാണ്. സന്തോഷു ത്രിഷു കർത്തവ്യ സ്വധാരേ ഭോജനേ ധനേ, സന്തോഷു ത്രിഷു ന കർത്തവ്യ സ്വാധ്യായ ഭജനേ ദാനം. നല്ല ശ്ലോകം. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച രാമനവമി വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം ചെറിയ സത്സംഗവും പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ഞായറാഴ്ച പരമപൂജ ജയപ്രകാശ സ്വാമി ഗുരുനാഥന്റെ വ്യാസപൂജയാണ്. ഈ വരുന്ന ആഴ്ചകളിൽ വെള്ളിയും ഞായറും പരിപാടികളുണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ സൺഡേയും ഇവിടെ സത്സംഗം വൈകുന്നേരം ഉണ്ടായിരിക്കും. കൂടുതൽ ഭക്തരെ കൊണ്ടുവരിക. ഭക്തരൊക്കെ കൂടുതൽ വരുമ്പോൾ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് കൂട്ടാൻ സാധിക്കും. ശാസ്ത്രങ്ങൾ നിഷേധിക്കുന്ന കാര്യം ചെയ്യാനുള്ള പ്രവണത നമ്മളകത്തുണ്ടല്ലോ, അതിനെങ്ങനെ മാറ്റാൻ പറ്റും? അതായത് ശാസ്ത്രങ്ങൾ നിഷേധിക്കുന്നത് ചെയ്യാനാണ് മനസ്സിന് എപ്പോഴും ഒരു താല്പര്യം. ഇപ്പൊ ഞാനിവിടെ ഒരു 40-45 മിനിറ്റ് സംസാരിച്ചു. ഈ 45 മിനിറ്റ് ഞാൻ ഇങ്ങനെ കൈ അടച്ചു വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. കൈയാട്ടും പക്ഷെ കൈ തുറന്നില്ല. അപ്പോ ഈ ശ്രോതാക്കളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? ആ കൈയിനകത്ത് എന്തായിരിക്കും അല്ലേ? ഏതെങ്കിലും തുറന്നു വെച്ചിരുന്നെങ്കിൽ അതൊന്നും ഇല്ലാരും ചിന്തിക്കില്ല. പക്ഷെ അടച്ചു വെച്ചപ്പോൾ എന്ത് വേണ്ട എന്ന് പറയുന്നത് മനസ്സെന്ത് ചെയ്യും? അല്ലേ? ബൈബിൾ, ഈ ബൈബിൾ അനുസരിച്ച് പാപം തുടങ്ങിയത് തന്നെയാണ്. ആ ദൈവം ഉണ്ടാതെ പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ പഴം തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നം അല്ലേ? നമ്മൾ ബൈബിൾ കുട്ടിക്കാലത്ത് കളിച്ചില്ല അല്ലേ? ആ ഒരു മരത്തിനെ ചൂണ്ടിക്കാണിച്ചത് ആ ആപ്പിൾ തിന്നല്ലേ എന്ന് പറഞ്ഞു. ഒന്നുമേ പറയാതെ എനിക്ക് തിന്നില്ലായിരുന്നു. അതിനെ തിന്നല്ലേ എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് എന്തായി? എന്നാ ആ ആപ്പിൾ തിന്ന. ഇതാണ് മനസ്സിന്റെ പ്രവണത. സോ മനസ്സിനെ നമ്മൾ അതിന്റെ കൂടെ അടികൂടാൻ പോയി കഴിഞ്ഞാൽ ഡബിളായിട്ട് തിരിച്ചു. ചിലർ പറയും രാവിലെ ഇനി ഞാൻ ഒരാഴ്ച പഞ്ചസാര കഴിക്കില്ല, 2 ദിവസം കഴിഞ്ഞ രാത്രി ചട്ടിയോടെ എടുത്ത് വെച്ച പഞ്ചസാര പറ്റില്ല. മനുഷ്യരെ കൊണ്ട് എന്ത് വേണ്ട എന്ന് നമ്മൾ മനസ്സിന്റെ അടുത്ത് പറയും. മനസ്സെന്ത് പറയും? അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിനെ ഗ്രാജുവലി
ഡീവിയേറ്റ് ചെയ്യാം. നമ്മളിൽ ആരും തന്നെ എന്താ പറയാ വന്ദിദേവനെ പോലെ ഉയർന്നവരോ അങ്ങനെ ആരുമല്ല. ഡീവിയേറ്റ് ചെയ്യാം. ഇപ്പോ ഒരു കുട്ടിക്ക് പച്ചമുളകും പഞ്ചസാരയും തന്ന കുട്ടി എന്താ വരും? പഞ്ചസാരയും ലഡു തന്ന ലഡു, ഐസ്ക്രീമും തന്ന ഐസ്ക്രീം. എല്ലാം മധുരമാണെങ്കിലും ആ ഇന്റൻസി അനുസരിച്ച് മനസ്സിലാക്കും. നമുക്ക് പല പ്രശ്നം എന്താ വെച്ചാൽ ഫ്രീ ടൈം ഉള്ളപ്പോഴാണ് പ്രശ്നം. ഐഡിൽ മൈൻഡ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചങ്ങ് കൂട്ടും. ചിന്തിച്ച് അതിരുകളുണ്ടാവില്ല. നമുക്ക് അത്ഭുതം തോന്നി, എങ്ങനെ ഒരു മനുഷ്യന് ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റി. അങ്ങനെ ചിന്തിച്ചു കൂട്ടും. അപ്പൊ നമ്മൾ ബിസിയായി രാവിലെ നേരത്തെ എണീക്കുക, ജപം ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക, നമ്മുടെ റെഗുലർ കാര്യങ്ങൾ, ജോലിക്ക് പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, പകൽ ഉറങ്ങാതിരിക്കുക. അതായത് രാത്രി ചെന്ന് കിടന്നു ഉറങ്ങിക്കണം. അങ്ങനത്തെ ഒരു ഭാഗ്യവാനായില്ല. ചില രാത്രി ബെഡിൽ 360 ഡിഗ്രി വട്ടം അടിച്ച് തലയൊക്കെ വെച്ച് മാറി ഫോണൊക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉറക്കം വരില്ല ചിലർ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കിടന്ന ഉറക്കം വരാത്തവർ? അമ്മയും ചൂടിയാണ്. അത് ആ മൈൻഡ് വളരെ ഒരു എന്താ പറയാ വേവ്സ് ആയിട്ടുള്ളത്. അതൊരു ശാന്തമാകുന്നതാണ്. വീണയുടെ കമ്പി പോലെ അധികം ടൈറ്റ് ചെയ്താൽ വീണ പൊട്ടും, ലൂസാക്കിയാൽ നാദം വരില്ല. ഇതിനൊരു നടുക്ക് പിടിച്ചു വയ്ക്കണം. യുക്ത ആഹാരം, ബാലൻസ്ഡ് ഫുഡ്, യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ട സുഖം. ജോലിയും ബാലൻസ്ഡ് ആയിരിക്കണം. വർക്ക് വർക്കഹോളിക് എന്നൊക്കെ പറയും. വലിയ ഇതെന്നാണ് അവരെ വിചാരം. 40 ബാക്ക് പെയിൻ ചോദിച്ചാൽ L3യുടെ പ്രോബ്ലം അവന് ബന്ധമില്ലാത്ത പോലെ പറയും. അതിന്റെ L3യുടെ പ്രോബ്ലം, L2യുടെ പ്രോബ്ലം, പിന്നെ ഷുഗർ, പ്രഷർ പ്രോബ്ലം എല്ലാം വന്നു 40. കുറെ പേര് IT-ലൊക്കെ ഉള്ളവർ, പിന്നെ ഗൾഫിൽ പോയിട്ട് വന്ന് നോക്കാൻ കശ്മീർ. ജോലിയും ബാലൻസ്ഡായി. അമിതമായി ഉള്ളതെല്ലാം കളഞ്ഞ് ചെയ്തിട്ടും പ്രയോജനമില്ല. യുക്ത ആഹാരം, യുക്ത ചേഷ്ട സുഖം, യുക്ത സ്വപ്നം, ഉറക്കവും മിതമായിരിക്കാം. ബാലൻസ് 6 മണിക്കൂർ. പിന്നെ യുക്ത വിഹാര, ഇതാണ് ഒരു സ്പെഷ്യൽ കാര്യം ആ ശ്ലോകത്തിലുള്ളത്. വിഹാര എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും ഇഷ്ടമാണ്. യുക്താഹാര വിഹാരസ്യ യുക്ത ശേഷു കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. വിഹാരം എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ്, വിഹരിക്കുക. എന്താ പറയാ, തമിഴിൽ ഊർമയെ പോയിട്ടാണ് മലയാളത്തിൽ ഈ ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ നാടും വേണ്ടി നടക്കില്ല. അതിനെ വിഹാരം എന്ന് പറയാം. ലക്ഷ്യമില്ലാത്ത ഒരു നടത്തം, ഒരു പ്ലാനും ലക്ഷ്യം, അങ്ങനെ ഒരു നടത്തമില്ല. അതും ലൈഫിൽ വേണം. എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് ലൈഫിൽ കുറച്ച് ചിരിയും തമാശയും വേണം. വിഹാര ഭഗവത്ഗീത ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വിഹാര. ചിലര് ഞാൻ കണ്ടിട്ടൊക്കെ അത് ചിരിച്ച് തങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളെ ചിരിക്കില്ല. അവരെ വിചാരം ചിരിക്കാതെ ഞാൻ മെച്ചുവറായിരുന്നുള്ള വിചാരം. അങ്ങനെ കുറെ പേർ കണ്ണുന്ന വിചാരം ചിരിക്കില്ല. ഇത് ലൈഫിൽ എന്റർടൈൻമെന്റ് ലൈഫിൽ വളരെ അത്യാവശ്യം. ഫ്രണ്ട്സുമായിട്ട് ചിരിക്കുക, കുറച്ചൊക്കെ പറയാ, തമാശ പറയാ, കീർത്തനം. അതിനാണ് ഹരേ കൃഷ്ണൻ. കീർത്തനം ചെയ്ത് എല്ലാവരും തുള്ളിച്ചാടി നൃത്തം വെക്കും. ആരെങ്കിലും കീർത്തനത്തില് ഭയങ്കര ഗൗരവത്തിൽ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ഡാൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? ഒരു ചിരിയും ഒരു സന്തോഷവും, മനസ്സ് ലൈറ്റായില്ലേ. എന്റർടൈൻമെന്റ് വളരെ അത്യാവശ്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണൻ അത് മനസ്സിന്റെ ട്രെയിനിങ്. പാടില്ല, ഇങ്ങനത്തെ ചെയ്യുന്ന പാടില്ല. പിന്നെ നല്ല സീനിയർ ഡിവോട്ടീസുമാരുമായിട്ടുള്ള അസോസിയേഷൻ. ഇപ്പൊ നമ്മളിത് സംസാരിച്ചു. 2 ദിവസത്തേക്ക് ചാർജ് നമുക്ക് 3 തന്നെ വീണ്ടും. അപ്പൊ വീണ്ടും ചാർജ് കയറ്റിക്കൊണ്ടേ.
പ്രഭുപാദർ ഉപയോഗിക്കുന്ന ഫേമസ് എക്സാമ്പിൾ, ഇരുമ്പിനെ തീയിൽ വെച്ചോണ്ടേ ഇരിക്കുക, കുറേ ദിവസം കഴിയുമ്പോൾ തീ വഴുത്തതുപോലെ ഇരുമ്പ് വഴുത്തിരിക്കും. അത്രയേ ഉള്ളൂ. നിരന്തരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ച പോലെ, നീ ജപിച്ച അതേ മന്ത്രം തിരിച്ചിരിച്ച് ജപിക്കാൻ ബോറടിക്കും, വേറെ നീ മാറ്റിത്തരാം. ഒരു കുട്ടി എൻ്റെ അടുത്ത് വേറെ പുതിയതെന്തെങ്കിലും ഇത് ജപിച്ച് ബോറടിക്കും. ഇതിനെ തിരിച്ച് 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 ചെയ്യുക. ഒരിക്കല് പരമപൂജ്യ രാധാനാഥ് മഹാരാജിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഞാൻ ഡിവോട്ടീസിന്റെ അടുത്തൊന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല, പക്ഷെ എന്റെ ഹ്യൂമിലിറ്റിയും സത്യസന്ധമായ വിനയമല്ല, ഞാൻ വിനയമായി അഭിനയിക്കാം. എന്നാൽ ഞാൻ ആരും വഴക്കിന് പോകുന്നില്ല, പക്ഷെ വിനയമായിട്ട് ഞാൻ അഭിനയിക്കും. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വിനയമല്ല. മഹാരാജ് പറഞ്ഞു, നീ അഭിനയിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം നീ അതായി മാറും. ഈ കഥകളിലൊക്കെ അഭിനയിക്കുന്നത് 40 വർഷം അങ്ങനെ അഭിനയിച്ചു. അവർ നടക്കുമ്പോഴും മര്യാദ കണ്ടിട്ടുണ്ടോ? ഈ ഭരതനാട്യം പഠിച്ചൊക്കെ പെൺകുട്ടികൾ ഭരതനാട്യം നടന്നില്ല, ആൺകുട്ടികൾ പഠിച്ച് ചിലത് നടക്കാൻ കണ്ടിട്ടുണ്ടോ അല്ലേ? അവർ ചെയ്ത് അവർ ലൈഫ് അങ്ങനെയാണ്. അതേപോലെ മഹാരാജ് പറഞ്ഞു, നീ വിനയമായി അഭിനയിക്കാം. അഭിനയിച്ചത് എന്താണ് ഒരു ദിവസം നമ്മുടെ ക്യാരക്ടറാണ്. വേറെ ക്വസ്റ്റ്യൻ? രാമനവമിക്ക് എല്ലാവരെയും കാണാം. വെള്ളിയാഴ്ച രാമനവമി വരുന്ന വെള്ളിയാഴ്ച. നമസ്തേ നരസിംഹായ.